പ്രിയ സുഹൃത്തുക്കളെ, ഡ്രീം മലയാളം ചാനലിന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഓണാഘോഷ 2021 ഓണാഘോഷം അതിഗംഭീരമായി തീരട്ടെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ ഓണാഘോഷിക്കാൻ പോലും പറ്റാതെ നിരാശയിലായി പട്ടിണിയും പരിവട്ടനവുമായി ചേരികളിലും തെരുവോരങ്ങളിലുമായി പുഴുക്കളെ പോലെ കഴിയുന്നത്. അവിടെയുള്ള ആ കൊച്ചുമക്കളുടെ ജീവിതം അതിദയനീയമാണ്. അവർക്ക് പഠിക്കാൻ പോലും പറ്റാതെ ഭിക്ഷാടനവും ബാലവേലയെല്ലാം നടത്തിയാണ് ജീവിക്കുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ അതല്ലെങ്കിൽ ഭരണകർത്താക്കളോ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാത്തതിന്റെ പ്രധാന കാരണം ഇവർക്ക് ആർക്കും വോട്ടവകാശമില്ല, ID കാർഡില്ല. അതുകൊണ്ട് വോട്ട് അവകാശം ഇല്ലാത്തതിന്റെ പേരിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തണം. അവരും ഭാരത മക്കളാണ്, അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇന്നിപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു ഭയങ്കര ഒരു സങ്കടാവസ്ഥയുണ്ട്. നമുക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും എല്ലാ റോഡുകളും എല്ലാ ജനവാസ കേന്ദ്രങ്ങളും എല്ലാം തന്നെ തെരുവ് പട്ടികൾ വാഴുകയാണ്. ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടെ നടക്കാൻ പറ്റുന്ന അവസ്ഥ. എവിടെ പോയാലും ആശുപത്രികളടക്കം തെരുവ് പട്ടികൾ വാഴുകയാണ്. അപ്പോൾ ഈ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കുകയോ അതിനെ ജനവാസ കേന്ദ്രത്തിൽ മാറ്റുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ദുരവസ്ഥ അറിഞ്ഞിട്ടും ഇവിടുത്തെ ഭരണകർത്താക്കളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ആരും രംഗത്ത് വരുന്നില്ല. പരസ്പരം പഴിചാരി അവരെല്ലാം തടിപ്പുകയാണ്. ഈ കഴിഞ്ഞ 2024 34 ലക്ഷം പേരെയാണ് ഒരു വർഷം തെരുവ് പട്ടികൾ കടിച്ചു കയറിയത്. അവരുടെ ജീവിതം ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇതൊക്കെ ഇത്രയും ദുരവസ്ഥ ഉണ്ടായിട്ടും ഇതിനെ പരിഹരിക്കാൻ ആരും വരുന്നില്ല. ഈ അവസരത്തിൽ എല്ലാ സുമനസ്സുകളും ഈ കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് ജീവിതം കിട്ടാത്ത, നമുക്ക് എല്ലാവർക്കും ജീവിക്കണം, ജീവിതം കിട്ടാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ജോസ് മാവേലി.